ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 7 കിലോമീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന 4 ബെഡ്റൂമിൻ്റെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി വാങ്ങിക്കാവുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018 പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും തൃപ്പൂണിത്തുറയിലേക്ക് 9 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. ഒരു ബോക്സി ടൈപ്പിൽ കണ്ടംപററി സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ. ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. 4.5 മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് കട്ടവിരിച്ച റോഡിന് അഭിമുഖമായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ ചുറ്റുമതിൽ കാണാം. ചെറിയൊരു ഫോൾഡിംഗ് ഡോർ ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. വലിയൊരു സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന മറ്റൊരു ഗേറ്റും നമുക്ക് കാണാം. ഇനി നമുക്ക് ഗേറ്റ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി വരുന്നത് വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. 2 വലിയ വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിൻ്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. ഇന്റർലോക്ക് കട്ടയും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. 100% വാസ്തുശാസ്ത്ര പ്രകാരം തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ശുദ്ധമായ കിണർ വെള്ളം ഇവിടെ ലഭ്യമാണ്. വടക്കിഴക്കേ മൂലയിലായാണ് കിണറിൻ്റെ സ്ഥാനം വരിക. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ഉള്ള ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കായാണ്. വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ട് നമുക്ക് കാണാം. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫ്രണ്ടിലെ ഡോറും ജനലുകളെല്ലാം തേക്കിൽ തന്നെയാണ് നിർമ്മാണം. എല്ലാ ജനൽ പാളികളെല്ലാം തേക്കിലാണ്. അകത്തെ ഡോറ് മാത്രം മഹാഗണിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ തുറന്ന് കയറി വരുന്നത് വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു TV യൂണിറ്റ് നമുക്ക് കാണാം. ഇനി നമുക്ക് ഇവിടെ നിന്നും ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കേണ്ടത്. ഗ്രൗണ്ട് ഫ്ലോറിലായി 2 ബെഡ്റൂമാണ് ലഭിക്കുക. ഡൈനിങ് ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിപ്പമുള്ള ഒരു ഹോൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. 10 പേർക്ക് ഇരിക്കാവുന്ന വലിപ്പമുള്ള ഒരു ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭ്യമാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി നേരെ കിച്ചന്റെ ഭാഗത്തേക്ക് വരാം. ഇവിടെയാണ് വാഷ് കൗണ്ടർ വരുന്നത്. ഒരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന ഒരു വാഷ് കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചന്റെ നിർമ്മാണം. മനോഹരമായ ഒരു ഹാങ്ങിങ് ലൈറ്റ് എല്ലാം കൊടുത്ത് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോട് കൂടി വരുന്ന കിച്ചന്റെ ഓപ്പൺ ഏരിയ നമുക്ക് കാണാം. ഇനി നമുക്ക് നേരെ കിച്ചന്റെ അകത്തേക്ക് പ്രവേശിക്കാം. അത്യാവശ്യം നല്ല സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള കിച്ചൺ തന്നെയാണ് ഇവിടെ ലഭ്യമാവുക. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള കബോർഡ് വർക്കും ഇവിടെ ലഭ്യമാണ്. ഇവിടെ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്കായാണ്. കിച്ചൺ കൂടാതെ ഇവിടെയായി ഒരു വർക്ക് ഏരിയ സ്പേസും ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു വർക്ക് ഏരിയ സ്പേസ് തന്നെയാണ്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് ചെല്ലാം. ഏകദേശം 140ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. ഒരു കോർണറിലായി കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് കാണാം. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഇവിടെ ലഭ്യമാവുക. സെറ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസും എല്ലാം കൊടുത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഇതും ഏകദേശം 135ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂം തന്നെയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെ ലഭ്യമാവുക. 2 ഭിത്തിയിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചവും എയർ സർക്കുലേഷനും നമുക്ക് ലഭ്യമാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് ബാത്റൂമിൻ്റെ ഏരിയ. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി 1ാമത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെയർ കേസിൻ്റെ ഗ്രൗണ്ടിൻ്റെ അടിയിലായി ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബിൽ നിർമ്മിച്ചിട്ടുള്ള ഹാൻഡ് റെയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്റ്റെയറിന് ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സ്റ്റെപ്പ് കയറി 1ാമത്തെ നിലയിലേക്ക് വരാം. കയറി വരുമ്പോൾ എൽ ഷേപ്പിൽ വരുന്നൊരു ഹോളിലേക്കാണ് നമ്മൾ കയറി വരുന്നത്. ഇവിടെയും 2 ഭിത്തിയിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്.
ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു ഹോള് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയായി നമുക്ക് 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് ലഭ്യമാവുക. ഇനി നമുക്ക് മുകളിലെ നിലയിലെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം എന്ന് വിളിക്കാവുന്ന ബെഡ്റൂം 1ാമത്തെ നിലയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് ചെല്ലാം. ഇതാണ് വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം. ഏകദേശം 160ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. ഇവിടെയും കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. 2 ഭിത്തിയിലും വലിപ്പം മാറുന്ന വിൻഡോ നമുക്ക് കാണാൻ കഴിയും. നല്ല 100% ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ് ഇവിടെയും ലഭ്യമാവുക. ഇനി 4ാമത്തേതും മുകളിലെ നിലയിൽ 2ാമത്തേതുമായ ബെഡ്റൂമിലാണ് ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നത്. ഇത് താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നും ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോവേണ്ടത്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ജസ്റ്റ് 7 കിലോമീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന 4.5 സെന്റിൽ 2100 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 4 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 72 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.